Hey guys, Ranjit here. So welcome back to another video. സോ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ആദ്യഘട്ട പരീക്ഷ നാളെയാണ്. സോ ഈ ഒരു ഫൈനൽ അവേഴ്സിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു കംപ്ലീറ്റ് എക്സാം ഹോൾ സ്ട്രാറ്റജി, അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് സ്ട്രാറ്റജി കൊണ്ട് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ വെച്ച് നിങ്ങളുടെ മാർക്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുക, അതായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. എനിവേ, വിത്തൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് യുവർ അപ്രോച്ച് വിൽ ഡിസൈഡ് യുവർ റിസൾട്ട്. ഈ ഒരു ഘട്ടത്തിൽ പ്രിപ്പറേഷൻ എന്നുള്ളത് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ഇപ്പോൾ മാറ്റർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്സ് എന്നുള്ളത് ഫ്ലെക്സിബിൾ ആയിരിക്കുന്നത് ഈ ഒരു എക്സിക്യൂഷൻ പാർട്ടിലാണ്. ഒരു റോങ് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ട് മേ ബി 4-5 മാർക്സ് നഷ്ടപ്പെടാം. സ്മാർട്ട് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ 4-5 മാർക്സ് നമ്മൾക്ക് നേടിയെടുക്കാനായിട്ടും സാധിക്കും. സോ ഇഫക്റ്റീവ്ലി നമ്മൾക്കൊരു 10 മാർക്കിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് ഈ ഒരു സെയിം പ്രിപ്പറേഷൻ വെച്ചുകൊണ്ട് സെയിം പേപ്പർ അറ്റംപ്റ്റ് ചെയ്ത് ആ ഒരു അപ്രോച്ചിലൂടെ മാത്രം അത്തരത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് വാട്ട് ആക്ച്വലി മാറ്റേഴ്സ് നൗ, അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. ഈ ഫൈനൽ അവേഴ്സിൽ ക്ലാരിറ്റിയാണ് വേണ്ടത്. ഒരിക്കലും ഒരു പുതിയ പഠനത്തിനുള്ള അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു സമയമല്ല ഇത് എന്നത് മനസ്സിലാക്കുക. റിവൈസ് ഹൈ ഈൽഡ് കീ പോയിൻറ്റ്സ്, അതായത് നിങ്ങൾക്ക് എക്സാമിനേഷനിൽ മാർക്സ് നേടിത്തരും എന്നുറപ്പുള്ള അല്ലെങ്കിൽ എക്സാമിനേഷനിൽ അത്തരത്തിൽ ടൂൾസ് ആയിട്ട് മാറാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ ഹൈ ഈൽഡ് കീ പോയിൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബേസിക് അരിത്മെറ്റിക് വിഭാഗം എടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഇതെല്ലാം തന്നെ ഒന്ന് ടച്ച് ചെയ്യുക. ഇംഗ്ലീഷ് ഗ്രാമറിൽ അത്തരത്തിലുള്ള റൂൾസ്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ടച്ച് ചെയ്യാം. ഈ GK വിഭാഗത്തിലേക്ക് കടന്നാൽ, ഇപ്പോൾ ഹിസ്റ്ററി വിഭാഗം ഒക്കെ എടുത്താൽ ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ്, ഇങ്ങനെ നിങ്ങൾക്ക് അത്തരത്തിൽ എക്സാമിനേഷൻ ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് വളരെ വ്യക്തമായിട്ട് പിക്ക് ചെയ്ത് ഒന്ന് ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോ വിഭാഗത്തിലും നമുക്ക് അത്തരത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നോ ന്യൂ ടോപ്പിക്സ്, നോ ന്യൂ മെറ്റീരിയൽസ് അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം. ഈ ഒരു ഘട്ടത്തിൽ പുതിയ മെറ്റീരിയൽസ് എടുത്ത് പഠിക്കുന്നതിന് വേണ്ടിയോ പുതിയ വലിയ ടോപ്പിക്കുകൾ പഠിക്കാനായിട്ടോ ഒന്നും ശ്രമിക്കരുത് എന്നുള്ളതാണ്. ഈ ഒരു രാത്രി നിങ്ങൾ അത്തരത്തിൽ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ഒരു ലൈറ്റ് ആയിട്ടുള്ള റിവിഷൻ നിങ്ങൾ ചെയ്യുക. ആൻഡ് എൻഷുവർ യു ഗെറ്റ് എ പ്രോപ്പർ സ്ലീപ്പ്. ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സാമിനേഷൻ സമയത്ത് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഓർത്തെടുക്കാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് വേണം. അത് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഇൻ ദ മോർണിംഗ് ഹാവ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ്. അതോടൊപ്പം ക്യുക്ക് റീകോൾ എന്ന രീതിയിൽ അത്തരത്തിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നോ പാനിക്, നോ ഡിസ്കഷൻ, നോ ഓവർ തിങ്കിങ് വാട്ട്സ് എവർ. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളെ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. ആൻഡ് എൻ്റർ ദി എക്സാമിനേഷൻ ഹാൾ വിത്ത് കൺട്രോൾ. ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ എക്സാമിനേഷൻ ഹാളിൽ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഘട്ടം മുതലാണ് ഈ ഒരു എക്സിക്യൂഷൻ പാർട്ട് തുടങ്ങുന്നത് എന്നൊരു കാര്യം ഓർക്കുക. ആദ്യമായിട്ട് ബേസിക്സ് ആണ്. ക്യാരി ഓൾ ദി എസെൻഷ്യൽസ്, അതായത് എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകേണ്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് വളരെ വ്യക്തമായിട്ട് അഡ്മിഷൻ ടിക്കറ്റിൽ മെൻഷൻഡ് ആണ്. അത് മാത്രം ക്യാരി ചെയ്യുക. ഒരിക്കലും പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അറിയാതെ പോലും എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാടില്ല. ആ കാര്യം ഒന്ന് എൻഷുർ ചെയ്യുക. ഇനി ആദ്യമായിട്ടൊക്കെ പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടാകും. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ OMR പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വരികയാണെങ്കിൽ ഇൻവിജിലേറ്ററുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും അടുത്തുള്ള ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ടല്ല ശ്രമിക്കേണ്ടത്. ആൻഡ് റിമെമ്പർ, ദിസ് ഇസ് എ ക്വാളിഫയിങ് എക്സാമിനേഷൻ. നോ നീഡ് ടു സ്കോർ 100%. പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, ബോർഡ് എക്സാമിനേഷൻ ഒക്കെ എഴുതുന്നത് പോലെ പരമാവധി മാർക്സ് നേടിയെടുക്കുക അല്ലെങ്കിൽ 100% മാർക്സ് നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഈ ഒരു പരീക്ഷയെ സമീപിക്കേണ്ടതില്ല. ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്, ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. ആൻഡ് എക്സ്പെക്ട് എ ഗുഡ് ക്വാളിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ. ഗ്രാജുവേറ്റ് ലെവലിലുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ സ്വാഭാവികമായിട്ടും എപ്പോഴും ഒരു 90% നമുക്ക് എപ്പോഴും ഒരു ഗുഡ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് തരുന്ന പേപ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്മാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. എത്ര തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്താലും നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യാത്ത ഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ട്രിക്കി ആയിട്ടുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും. കാമായിട്ടുള്ള ഒരു മൈൻഡിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. പാനിക് ഓൾവേസ് ലീഡ്സ് ടു കൺഫ്യൂഷൻ. അതെപ്പോഴും ഓർക്കുക. നിങ്ങൾ പാനിക് ആയാൽ കൂടുതൽ കൺഫ്യൂഷൻസ് വരും. അറിയാവുന്ന കാര്യങ്ങൾ പോലും കൺഫ്യൂഷൻ കൊണ്ട് തെറ്റിപ്പോകും. ഇതാണ് എക്സാമിനേഷൻ ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വേണ്ട നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടി റൗണ്ട് അറ്റംപ്റ്റ് സ്ട്രാറ്റജിയാണ്. അതായത് എങ്ങനെയാണ് ടെക്നിക്കലി നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ സമീപിക്കേണ്ടത്, എങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി എക്സാമിനേഷൻ തുടങ്ങുന്ന ആ ഒരു മൊമെൻറ്റിൽ ജസ്റ്റ് സ്കിം ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ ക്വിക്കായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് സ്കാൻ ചെയ്യുക. ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ആ ഒരു പേപ്പറിലുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് മുൻകാലത്ത് PSC തന്നെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്ന് നമുക്കറിയാം 10 ചോദ്യങ്ങളുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള 10 സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ പല ഉദ്യോഗാർത്ഥികൾക്കും പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ആദ്യ റൗണ്ടിൽ തന്നെ ഈ 10 ചോദ്യങ്ങൾ വായിച്ച് സോൾവ് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി. എന്നാൽ അങ്ങോട്ട്
GK വിഭാഗത്തിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് സോൾവ് ചെയ്യാനുള്ള സമയം ലഭിക്കാതെ പോയവരുണ്ട്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്, എത്രമാത്രം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ ഒരു പാറ്റേണിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്യുക്ക് സ്കാൻ ചെയ്യണം എന്ന് പറയുന്നത്. ഈ ഒരു ക്യുക്ക് സ്കാൻ അല്ലെങ്കിൽ സ്കിം ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ വളരെ വിശദമായിട്ട് വായിക്കുക എന്നൊന്നുമല്ല. മേ ബി ഒരു ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് ഓർ ലെസ് ദാൻ എ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ഓടിച്ച് നോക്കാം എന്നുള്ളതാണ്. ആൻഡ് ഓൾവേസ് അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻസ് ഇൻ സ്ട്രക്ചേർഡ് മൾട്ടിപ്പിൾ റൗണ്ട്സ്. എപ്പോഴും നമ്മൾ മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നാമത്തെ ചോദ്യം മുതൽ 100ാമത്തെ ചോദ്യം വരെ ഒരേ സീക്വൻസിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിൽ സോൾവ് ചെയ്യാനായിട്ട് പാടില്ല. മൾട്ടിപ്പിൾ റൗണ്ട്സിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. സോ റൗണ്ട് 1 ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള അത്തരത്തിലുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഓപ്ഷൻസിൽ നിന്നും ഇതാണ് ആൻസർ എന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യ റൗണ്ടിൽ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ലഭിക്കുമെന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് വളരെ പ്രോപ്പറായിട്ട് അറിയാവുന്ന മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇനി രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി എലിമിനേഷനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റൗണ്ടാണ്. അതായത് തെറ്റായിട്ടുള്ള 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന, എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഘട്ടത്തിൽ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതായത് 2 റോങ് ഓപ്ഷൻസ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ശേഷിക്കുന്ന 2 ഓപ്ഷൻസിൽ ഏതോ ഒന്നാണ് ആൻസർ എന്നുള്ളത് അറിയാം. അവിടെ വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ആൻസർ എന്ന് തോന്നുന്നത് അത് ലോജിക്കലി തിരഞ്ഞെടുത്ത് അത് ആൻസറായിട്ട് ചൂസ് ചെയ്യുക. ഇതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരികയില്ല. നമ്മൾക്കറിയാം ഒരു 0.33 ആണ് നമ്മൾക്ക് ഒരു റോങ് അറ്റംപ്റ്റ് കൊണ്ട് നഷ്ടപ്പെടുക. എന്നാൽ 2 ഓപ്ഷൻസിനിടയിൽ നമ്മൾ ആൻസർ ഒന്നായിട്ട് ചൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് റൈറ്റ് ആൻസർ ലഭിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു 50% ആണ്. സോ ഇത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു മാർക്സ് മാത്രമാണ് അവിടെ നിന്നും ലഭിക്കുക. സോ അങ്ങനെ കൂടുതൽ എലിമിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ റൗണ്ടിലാണ്. ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റൗണ്ട് 3 എന്ന് പറയുന്നത് കുറച്ചുകൂടി റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള, നമ്മൾ കുറച്ചുകൂടി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് നടത്തേണ്ട ഒരു ഘട്ടമാണ്. ഈ 4 ഓപ്ഷൻസിൽ നിന്നും ഒരു ഓപ്ഷൻ എന്തായാലും ഇത് ആൻസർ അല്ല എന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുക. ശേഷിക്കുന്ന 3 ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഓർക്കുക, ഇത് ഏറ്റവും അധികം റിസ്കി ആയിട്ടുള്ള ഒരു റൗണ്ടാണ്. കാരണം നമ്മൾ 3 ഓപ്ഷൻസിനിടയിൽ നിന്നുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ഓപ്ഷൻ ആൻസർ ആയിട്ട് പിക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു റിസ്ക് അവിടെ ഇൻവോൾവ് ആണ്. ഈ 3R എലിമിനേഷൻ ടെക്നിക്കിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മേ ബി ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാനിവിടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. എനിവേ നമ്മളിവിടെ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. 3 റൗണ്ടിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു. നമ്മൾക്ക് ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അബ്സല്യൂട്ട്ലി ക്ലൂലെസ് ആണ്, ഒരു കാര്യങ്ങളും നമ്മൾക്ക് അറിയില്ല എങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ചോദ്യം സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ബ്ലൈൻഡ് ഗെസ്സിങ്ങിന് ലോജിക്കലി ഉള്ള ഒരു ബാക്കിങ്ങും ഇല്ല എന്നൊരു കാര്യം ഓർക്കുക. ഷിയർ ലക്കിൻ്റെ പുറത്താണ് നമ്മൾ അത്തരത്തിലുള്ള ഗെസ്സിങ് ചെയ്യുന്നത്. ഇനി അങ്ങനെ നിങ്ങൾ ഗസ് ചെയ്യുകയാണെങ്കിൽ പോലും, അതായത് അത്തരത്തിലുള്ളൊരു കോർണറിലേക്ക് നിങ്ങൾ പുഷ് ചെയ്യപ്പെടുകയാണ്, ഒരു 4-5 ചോദ്യങ്ങൾ നിങ്ങൾ അങ്ങനെ ബ്ലൈൻഡ് ഗസ്സിങ് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് യൂസ് 1 ഫിക്സ്ഡ് ഓപ്ഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ നിങ്ങൾ ബ്ലൈൻഡ് ഗസ്സിങ് ചെയ്യുകയാണെങ്കിൽ ഒരേ ഒരു ഫിക്സഡ് ഓപ്ഷൻ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ എ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും എ തന്നെ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യുക. ബി ആണെങ്കിൽ ബി മാത്രം. അങ്ങനെ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രിൻസിപ്പിൾ നോക്കിയാൽ നിങ്ങൾക്കൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് അവിടെ ലഭിക്കുമെന്നുള്ളതാണ്. ഒരിക്കലും റാൻഡമായിട്ട് ഒരു ചോദ്യത്തിൻ്റെ ആൻസർ, അതായത് ഓപ്ഷൻ എ, രണ്ടാമത്തേതിൻ്റെ ബി, അങ്ങനെ റാൻഡമായിട്ട് ചൂസ് ചെയ്യരുത്. ഒരു ഫിക്സ്ഡ് ഓപ്ഷൻ മാത്രം ചൂസ് ചെയ്യുക. ആൻഡ് വെരി ലിമിറ്റഡ് നമ്പർ. ഒരിക്കലും ബ്ലൈൻഡ് ഗസ്സിങ് ഒരുപാട് ചോദ്യങ്ങളിൽ ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ലോജിക്കലി സ്റ്റാറ്റിസ്റ്റിക്കലി ഒന്നും വലിയ ബാക്കിംഗ് ഉള്ള ഒരു കാര്യമല്ല ഈ ബ്ലൈൻഡ് ഗസ്സിങ് എന്നുള്ളത്. ലക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പരമാവധി ഒഴിവാക്കുക. ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക. സോ ഇതാണ് ഈ മൾട്ടി റൗണ്ട് അറ്റംപ്റ്റ് സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് മെൻഷൻ ചെയ്യാനുള്ളത്. ഇനി അടുത്തതായിട്ട് ടൈം കൺട്രോൾ ആൻഡ് സ്മാർട്ട് ഡിസിഷൻസ് ആണ്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇത് ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. തീർച്ചയായിട്ടും ടൈം പ്രഷർ നിങ്ങൾ ഫീൽ ചെയ്യും. സോ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, എവറി ക്വസ്റ്റ്യൻ ക്യാരീസ് സെയിം 1 മാർക്സ്. ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് ഓൺ ഹാർഡ് നട്ട്സ്. വളരെയധികം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളിൽ സ്റ്റക്കായി നിന്ന് പോകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള അറ്റംപ്റ്റുകൾ ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, എനിക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം, ഞാനിത് പഠിച്ച വിഭാഗമാണ് എന്ന് കരുതി ഹാർഡ് നട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഒരുപാട് സമയം നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. അതിനെയാണ് നമ്മൾ ഈഗോ ബേസ്ഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പെർസെൻറ്റേജ് എന്നൊരു വിഭാഗം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വളരെയധികം കമാൻഡ് ഉള്ള ഒരു റീജിയനാണ്. ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ കമാൻഡ് ഉള്ള ഒരു റീജിയനാണ്. എന്നാൽ അവിടെ വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യം വരുന്നു എന്ന് കരുതുക. സോ നിങ്ങളൊരു ഈഗോയുടെ പുറത്ത് ആ ഒരു ചോദ്യം സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയുള്ളൂ
എന്ന ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ച് സ്വീകരിക്കാനായിട്ട് പാടില്ല. കാരണം ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഓരോ ചോദ്യത്തിനും 1 മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഈസി മാർക്സ് എന്നുള്ളതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് ദാൻ ഡിഫിക്കൽട്ട് സ്ട്രഗിൾ. നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് വളരെ ട്രിക്കി ആയിട്ടുള്ള ബുദ്ധിമുട്ടേറിയ ഒരു ചോദ്യം സോൾവ് ചെയ്യുന്നതുകൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജോ മാർക്കോ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഈ ഒരു കാര്യം ഓർക്കുക. ട്രിക്കി ആയിട്ടുള്ള ഹാർഡ്നട്ട് ആയിട്ടുള്ള ഒരു ചോദ്യം വരുമ്പോൾ അതിന് മുകളിൽ ഒരുപാട് സമയം നഷ്ടപ്പെടുത്താതെ വളരെ ഫാസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യുക ആൻഡ് കം ബാക്ക് ലേറ്റർ. രണ്ടാമത്തെ റൗണ്ടിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. സെലക്ഷൻ ഓൾവേസ് മാറ്റേഴ്സ്. അതായത് ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നത് എന്നത് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ദിസ് ഇസ് എ ടൈം കൺസ്ട്രെയിൻഡ് എക്സാമിനേഷൻ. ആൻഡ് ഡോണ്ട് പിക്ക് കാൽക്കുലേഷൻ ഹെവി ക്വസ്റ്റ്യൻസ് അറ്റ് ദി എൻഡ്. സ്പെസിഫിക്കലി ബേസിക് അരിത്തമെറ്റിക് വിഭാഗത്തിൽ നിന്നുമൊക്കെയുള്ള കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവസാന മിനിറ്റുകളിൽ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം അതൊരു പ്രഷർ ടൈമാണ്. ഈവൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു റീജിയൻ ആണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവസാന മിനിറ്റുകളിൽ സോൾവ് ചെയ്യുക വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും. ആൻഡ് റിസ്ക് വേഴ്സസ് റിവാർഡ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും സ്മാർട്ട് ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ പഠിച്ച 100 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട 100 ക്വസ്റ്റ്യൻസ് വരികയില്ല. റിസ്ക് എന്നത് നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം. ബട്ട് ഓൾവേസ് ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. റിസ്ക് എടുക്കുക എന്നതിൻ്റെ അർത്ഥം ബ്ലൈൻഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഗസ് ചെയ്യുക എന്നുള്ളതല്ല. ബ്ലൈൻഡ് ഗസ്സിങ് എപ്പോഴും നെഗറ്റീവ് മാർക്സിലേക്ക് നിങ്ങളെ കടത്തിവിടുന്ന ഒന്നായിട്ട് മാറും. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് സ്കോർ ചെയ്ത ആ ചോദ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ ചോദ്യങ്ങളുടെ ഒരു വാല്യൂ തന്നെ ഈ ബ്ലൈൻഡ് ഗസ്സിങ് കൊണ്ട് പോകും. അത് നിങ്ങൾ ഓർക്കുക. റിസ്ക് എടുക്കുമ്പോൾ അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് എടുക്കുക. അതാണ് നമ്മൾ ആ മൾട്ടി റൗണ്ട് സ്ട്രാറ്റജിയിലൂടെ ഡിസ്കസ് ചെയ്തത്. സോ ഈ കാര്യങ്ങൾ ജനറലി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആൻഡ് ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ ആൻഡ് എക്സിക്യൂട്ട് വിത്ത് കോൺഫിഡൻസ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഏത് രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്താലും അതിനെ കംപ്ലീറ്റ്ലി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഇപ്പോൾ മാറ്റർ ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അത് യഥാർത്ഥത്തിലുള്ള ഒരു ഔട്ട്കം ചേഞ്ച് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. എക്സിക്യൂഷൻ എന്നതിന് പ്രിപ്പറേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രയും മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കുക. 4-5 മാർക്കൊക്കെ നിങ്ങളുടെ അപ്രോച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാം. സ്മാർട്ടായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അധികമായിട്ട് നിങ്ങൾക്ക് 4-5 മാർക്ക് ലഭിക്കും. സോ എഫക്റ്റീവ്ലി നമ്മൾക്കൊരു 10 മാർക്സിൻ്റെ ഒക്കെ ഡിഫറൻസ് ഈ അപ്രോച്ചിലൂടെ മാത്രം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ വാക്ക് ഇൻ വിത്ത് കോൺഫിഡൻസ്, ഗിവ് യു 100% വിത്ത് കൺട്രോൾ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വളരെ കാമായിട്ട് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുക. കം ബാക്ക് സേഫ് ആൻഡ് സാറ്റിസ്ഫൈഡ്. ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. അതായത് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്കഷൻസിലേക്ക് കടക്കുക, പാനിക് ആവുക, ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നത് മനസ്സിലാക്കുക. ഏറ്റവും സ്മാർട്ടായി കോൺഫിഡൻസോടുകൂടി എക്സാമിനേഷനെ സമീപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ പ്രോഗ്രാമാണ് 30-day പ്രിലിംസ് എക്സിക്യൂഷൻ ലാബ്. അവസാന ഘട്ടം പരീക്ഷയുള്ള ആളുകൾക്ക് ഇപ്പോഴും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാം. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. കൂടാതെ ഇവിടെ നൽകിയിട്ടുള്ള ആ ഒരു വാട്സപ്പ് നമ്പറിൽ PL30 എന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണ് എങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മേക്ക് ഷുഡ് ടു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, എസെൻഷ്യൽ മെറ്റീരിയൽസ് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ജോയിൻ അസ് ഓൺ ടെലിഗ്രാം. ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നടത്തിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ പരമാവധി ട്രസ്റ്റ് ചെയ്യുക. അത്തരത്തിൽ ഏറ്റവും കോൺഫിഡൻസോടുകൂടി എക്സാമിനേഷൻ ഹാളിലേക്ക് ചെന്ന് നിങ്ങളുടെ 100% കൊടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എനിവേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് പെർട്ടിക്കുലർ വീഡിയോ. ഈ ഒരു ഫൈനൽ മൊമെന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോമന്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.